ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ വെച്ചിട്ടുള്ളൊരു കറിയായിട്ടാണ്. നമ്മൾ അധിക പേരും കൂന്തൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാറാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ കൂന്തൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ചെറിയ പീസാക്കി എടുക്കുകയായിരിക്കും നല്ലത്. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ട് വേറെ വേവിച്ചെടുക്കണമെന്നില്ല. ഈ കറിയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ കിടന്നിട്ട് വെന്ത് വരുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2.5 കപ്പോളം പാലുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് പൊടികളാണ്. അതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകമോ അല്ലെങ്കിൽ പൊടിയോ ചേർക്കാം. അപ്പം ഇനി പൊടികളെല്ലാം ഈ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു പഴുത്ത വലിയ തക്കാളി, 6 പച്ചമുളക് നടുകീറി എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തതും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുടംപുളിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 2 പാലും കൂടെ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് ഇതിലേക്ക് ചേർക്കുക. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 കപ്പോളം ഉണ്ട് പാല്. ഇതൊരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുടംപുളി ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം. ഇനി കുടംപുളി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയോ അല്ലെങ്കിൽ സാദാ പുളിയോ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഈ കറിയിലോട്ട് ചേർക്കാം. ഈ കറി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് കൂന്തൽ ചേർക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ആക്കി തന്നെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറി തിളച്ച് പൊന്തിപ്പോവും. ഇപ്പോൾ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കൂന്തൽ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, അപ്പോൾ അത് റബ്ബർ പോലെ ആവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂടിയും തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ എരിവോ പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. കറി ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കൂന്തലും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. പിന്നെ ഒരു 4 മണി ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ചേർക്കാം.
അങ്ങനെ കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പത്തിരിയുടെ ഒപ്പം കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനാബിൾ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.